കേരളത്തിൽ അധികാരം പിടിക്കാൻ ബി.ജെ.പി. നടത്തിയ എല്ലാ നീക്കങ്ങളെയും ഒരു നിമിഷം കൊണ്ട് തകർത്തെറിഞ്ഞിരിക്കുകയാണ് സ്വന്തം പാളയത്തിൽ നിന്ന് വന്ന ഒരൊറ്റ ലേഖനം. ഒരു വശത്ത് ക്രൈസ്തവ സമൂഹത്തെ ചേർത്ത് പിടിച്ച് വോട്ട് ബാങ്ക് ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ മറുവശത്ത് അതേ സമൂഹത്തെ അടച്ചാക്ഷേപിച്ച് RSS സ്വന്തം അജണ്ട നടപ്പാക്കുന്നു. ഇരട്ടത്താപ്പിന്റെ ഈ രാഷ്ട്രീയം കേരളത്തിൽ ബി.ജെ.പിയുടെ നിലനിൽപ്പിനെ തന്നെയാണ് ബാധിക്കുക എന്നതിൽ തർക്കമില്ല. RSSന്റെ മുഖപത്രമായ കേസരിയിൽ വന്ന ഒരു ലേഖനമാണ് ബി.ജെ.പിയുടെ ഇപ്പോഴത്തെ എല്ലാ പ്രതിസന്ധികളുടെയും കാരണം. മതപരിവർത്തനത്തിനെതിരെ രൂക്ഷമായ ഭാഷയിൽ സംസാരിക്കുന്ന ഈ ലേഖനം മതപരിവർത്തന നിരോധന നിയമങ്ങളെ സഭകൾ എതിർക്കുന്നതിനെതിരെയും ശക്തമായ വിമർശനം ഉയർത്തുന്നുണ്ട്. ഇത് സഭകളോടുള്ള അവരുടെ പരമ്പരാഗതമായ ശത്രുതാ മനോഭാവമാണ് വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ കുറെ നാളുകളായി കേരളത്തിൽ ബി.ജെ.പിക്കാർ നടത്തിയത് കാപട്യം നിറഞ്ഞ ഒരു തന്ത്രമാണ്. അധികാരം എന്ന ലക്ഷ്യത്തിനായി ക്രൈസ്തവ സമൂഹത്തെ കയ്യിലെടുക്കാൻ ശ്രമിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേരിട്ടുള്ള ഇടപെടൽ വരെ ഇതിനുണ്ടായി. ക്രിസ്ത്യാനികളുടെ വീടുകളിൽ കയറിയിറങ്ങി സ്നേഹയാത്രകൾ നടത്തി. ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ക്രിസ്തീയ സമൂഹത്തെ ചേർത്ത് പിടിക്കുന്നതിനെ കുറിച്ച് വാചാലനായി. എന്നാൽ ഈ നാടകങ്ങളെല്ലാം ഇപ്പോൾ പൊളിഞ്ഞിരിക്കുകയാണ്. കേസരിയിലെ ലേഖനം പുറത്തു വന്നതോടെ സീറോ മലബാർ സഭ ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തി. RSS വർഗീയ കലാപത്തിന് ശ്രമിക്കുന്നു എന്നുപോലും സഭാ നേതാക്കൾ തുറന്നു പറഞ്ഞു. ഒരു വശത്ത് സ്നേഹത്തിന്റെ മുഖം മൂടി അണിഞ്ഞ് വോട്ട് ചോദിക്കുമ്പോൾ മറുവശത്ത് പ്രത്യയശാസ്ത്രത്തിന്റെ പേരിൽ അവരെ തള്ളിപ്പറയുന്ന ഈ ഇരട്ടത്താപ്പിന് കേരള ജനത എന്ത് മറുപടി നൽകും? ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. RSSന്റെ ഹിന്ദുത്വ പ്രത്യയശാസ്ത്രവും ബി.ജെ.പിയുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളും തമ്മിലുള്ള ആഴത്തിലുള്ള ഭിന്നതയാണിത്. സഭയെ അനുകൂലിച്ചതിന് ബി.ജെ.പി. നേതാക്കൾ സ്വന്തം പാർട്ടിക്കുള്ളിൽ ആക്രമിക്കപ്പെട്ട സംഭവങ്ങൾ ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട്. അധികാരം നേടാൻ ആദർശങ്ങളെ തള്ളിപ്പറയാൻ ബി.ജെ.പി. തയ്യാറാവുമോ എന്ന് കണ്ടറിയണം. അതോ ആദർശങ്ങളിൽ ഉറച്ചുനിന്ന് ക്രൈസ്തവ സമൂഹത്തെ ശത്രുക്കളായി കാണുമോ? ഈ ചോദ്യങ്ങൾക്കിനി മൗനം പാലിക്കാൻ ബി.ജെ.പിക്ക് ആവില്ല.